എന്തായിരുന്നു പറഞ്ഞു വന്നത്? The crystal field theory and the crystal field splitting and the formation of a high spin and low spin complexes. Clear? Strong ligands form low spin complexes, weak ligands form high spin complexes. Strong ligands cause electrons to pair. That is, the metal d electrons are paired in the presence of strong ligands. നമ്മൾ ബാലൻസ് ബോണ്ട് തിയറി പഠിച്ചപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് അയൺ 2 ആണെങ്കിൽ അയൺ 2 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ബാലൻസ് ബോണ്ട് തിയറി ആണ് പറയുന്നത്. 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് സ്ട്രോങ് ലിഗൻഡ് ആണെങ്കിൽ ഇങ്ങനെ പെയർ ചെയ്തിട്ട് D2sp3 കണ്ടിട്ടുണ്ടാവും. D2sp3 ഹൈബ്രിഡ് നമ്മൾ കണ്ടോർമ്മല്ലേ? So we can see that a strong ligand like cyanide causes the d electrons to pair, and that's the same case in the case of a crystal field. The crystal field theory എന്താ പറയുന്നത്? Crystal field theory പറയുന്നത് these are the Eg orbitals and these are the P2G orbitals, and we can see that yes, since the strong ligand cause a very large crystal field splitting, that is delta values very large, so that the first, second, third, fourth electron will be occupying the same orbit, not to the Eg orbital, because this difference in energy is very high compared to the pairing energy, and we can see that the 6 electrons will be arranged like this. ഇവിടെ നോക്കിയാലും ഒരേപോലെ കാണാം. ഇത് എവിടുത്തെ സ്ഥിതിയാണ്? ഇത് FeCN6 4- അല്ലേ? Fe2+ല് D6 6 ഇലക്ട്രോൺസ് ആണ്. ഈ 6 ഇലക്ട്രോൺസും P2G ഓർബിറ്റലിൽ നിൽക്കും. അതിവിടെ അതിനെ കാണുന്നത്. You can see that these are യഥാർത്ഥത്തിൽ you can see that these are the DXY, DYZ and TXZ orbitals. Since the orbitals that are involved in the D2sp3 hybridization are the 2d orbitals, that are the axial d orbitals, d² or d². ബാലൻസ് ബോണ്ട് തിയറി അനുസരിച്ചാണെങ്കിലും ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ചാണെങ്കിലും ഫെറോസയനൈഡിന്റെ കണ്ടീഷൻ ഉള്ള 6 ഇലക്ട്രോൺസും പേടാണ്. നമുക്കറിയാം ഒരു മോളിക്യൂൾ ബിഹേവ് ചെയ്യുന്നതോ അല്ല ഒരു ആറ്റം ബിഹേവ് ചെയ്യുന്നതോ നിയമം അനുസരിച്ചൊന്നുമല്ല. അങ്ങനെ ആവുന്നതുകൊണ്ട് നമ്മൾ നിയമം പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ബാലൻസ് ബോണ്ട് തിയറിനെ പഠിച്ച് കമ്പയർ ചെയ്യാവുന്നോ? ഇത് സ്ട്രോങ് ലിഗൻഡ് ആയിപ്പോയിരുന്നു. അതൊന്നുമല്ല കാര്യം. സയനൈഡ് സ്ട്രോങ് ലിഗൻഡ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് ഒക്കെ പെയർ ചെയ്തിരിക്കും. അത് ബാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് നമ്മൾ അപ്രോച്ച് നോക്കിയാലും CFT അനുസരിച്ച് നോക്കിയാലും രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിലാവും. So you can see that yes, ferrocyanide ion is a diamagnetic species. അത് diamagnetic ആണ്. എന്തില്ല? unpaired electrons ഇല്ല. What the point? And we can see that we can use either the valence bond theory or the crystal field theory to explain why ferrocyanide or hexacyanoferrate ion is a diamagnetic. നമുക്ക് വിബിഡ് തിയറി വെച്ചിട്ടും CF തിയറി വെച്ചിട്ടും നമുക്ക് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരേ കാര്യം തന്നെയാണ്. എന്താണ്? ഫെറോസയനൈഡ് അയോൺ ഈസ് എ ഡയമagnetic species, does not contain any unpaired electron. VBT അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സയനൈഡ് സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് പേഡ് ആവും. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോം D2sp3 ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് പറഞ്ഞു വേണ്ട. മറ്റേത് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് D2sp3 sp3d2 ആകുമ്പോൾ ഇവിടെ എന്താ സയനൈഡ് എന്താ ഫോം ചെയ്യുന്നത്? ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഈസ് ഫോംഡ് ബൈ ദി സ്ട്രോങ് ലിഗാൻഡ് ലൈക്ക് സയനൈഡ്. ഇതന്നെയാണ് ഇവിടെയും കാണുന്നത്. എല്ലാ ഇലക്ട്രോൺസും പേടാണ്. അപ്പോൾ സപ്പോസ് യു ആർ ആസ്ക്ഡ് എക്സ്പ്ലെയിൻ വൈ hexacyanoferrate ion or FeCN6 4- ion or എന്തും ചോദിക്കാൻ ഒരേ പേരാണ്. FeCN6 4- എഴുതിയാലും ഫെറോസയനൈഡ് എന്ന് എഴുതിയാലും hexacyanoferrate 2 എന്ന് എഴുതിയാലും എല്ലാത്തിനും കാര്യം തന്നെയാണ്. ആൻഡ് എക്സ്പ്ലെയിൻ വൈ സച്ച് an ion is diamagnetic or ferrocyanide ion is diamagnetic. Explain എന്ന് പറഞ്ഞാൽ you can use the VB theory to explain or you can use the crystal field theory to explain. You may be asked to explain it based on the crystal field theory or use the crystal field theory to explain why this is diamagnetic എന്ന് വെച്ചാൽ ഇത് തന്നെ പറയണം. ഏത് തിയറി അനുസരിച്ച് പറയണമെന്ന് പറയാതിരുന്ന നമുക്ക് ഏത് തിയറി അനുസരിച്ചും പറയാം. You can explain it using the crystal field theory or you can explain it using the valence bond theory if it is not specified. But if it is specified, മറ്റേത് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ശ്രദ്ധിക്കുക. Using the applying the crystal field theory, explain why hexacyanoferrate 2 is diamagnetic. എന്ന് വെച്ചാൽ ഈ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടില്ല. അതേപോലെ applying
explain the valence bond theory to explain why it is diamagnetic എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്താണ് എൻ്റെ മാർക്ക് കിട്ടില്ല. ശ്രദ്ധിക്കുക, ഒന്നും പറഞ്ഞില്ലെങ്കിൽ രണ്ട് വിധത്തിൽ രണ്ട് വിധത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. First day we can apply the valence bond theory to explain this. Not as per the valence bond theory ഇങ്ങനെയാണ് അതുകൊണ്ട് ബാഡാണ്, അതുകൊണ്ട് അത് ഡയമagnetic ആണെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചാൽ ഫുൾ ക്രെഡിറ്റ് കിട്ടും. അതല്ല, we can use the crystal field theory to explain the same thing. That we can അപ്പോൾ ഈ ചിത്രം വരക്കുക, T2G വരക്കുക, സൈലന്റ് സ്ട്രോങ് ലിഗൻഡ് ആണ്, ഡെൽറ്റ വാല്യൂ വളരെ കൂടുതലാണ്, അതുകൊണ്ട് ഇലക്ട്രോൺസ് ഒക്കെ T3 ഓർബിറ്റ് എന്ന പരമാവധി പെയർ ചെയ്തിട്ടാണ് പെയർ ചെയ്തിട്ട് അത് ഒക്കുപ്പ് ചെയ്യും. സോ ദാറ്റ് the 6 electrons are occupied like this and there is no unpaired electron and it is a diamagnetic എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. ഓക്കെ, अब hexa fluorophorate ആണല്ലോ, സൈലന്റിന് പകരം Fe(F6) 4- ആണെങ്കിൽ you can see that yes, the energy difference between the T2G and EG orbital is small in hexafluorophorate ion, so that first, second, third, fourth electron will automatically go into this, fifth here and sixth here. ഇങ്ങനെ ഉണ്ടാവും, മനസ്സിലായില്ലേ? 4 T2G4 EG2. ഇത് നമ്മുടെ ബാലൻസ് ബോണ്ട് അനുസരിച്ചാണല്ലോ. ഇവിടെ 6 ഇലക്ട്രോൺ, 2, 3, 4, 5, 6 ഇലക്ട്രോൺ. And we can see that the fluoride being a weak ligand, yes, cannot cause these electrons pair, so that yes, the hybridization is a sp3d2. The 6 electron pairs donated by the 6 fluoride ions are accommodated in this orbital 4s, 4p and 4d. Outer orbital complex is formed, and we can see that 1, 2, 3, 4 unpaired electrons are there in Fe, F6, 4-. You can see that here there are also ഒരു വ്യത്യാസമില്ല, ഒരു പെയറും 4 unpaired electron, ഒരു പെയർ 4 unpaired electron. ഇതിന്റെ കണ്ടീഷൻ ഓക്കെ. You can see that ds xyലോ yസിലോ സെന്റെക്സിലോ ഏതെങ്കിലും ഒന്നിൽ 2 ഉണ്ടാവും, ബാക്കി ഓരോന്നിലും ഓരോന്നുണ്ട്. ഇതിന്റെ എവിടെയുള്ള സ്ഥിതി ഇതിന് 2, ബാക്കി ഓരോന്നിലും ഓരോന്ന്. മനസ്സിലായോ? അപ്പോഴും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് Fe(F6, 4- പാരാമാഗ്നറ്റിക് ആയിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലായി, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ചോദിക്കും Fe(F6, 4- ഡയമagnetic, Fe(Cn6, 4- is paramagnetic, Fe(Cn6, 4- is diamagnetic. Explain എന്ന് പറഞ്ഞാലോ, yes, you can use either this theory or that theory to explain. Explain it using the valence bond theory എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണം. നേരത്തെ പറഞ്ഞ പോലെ explain it using the crystal field എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണം. രണ്ടും പറഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് delta O എന്ന് പറഞ്ഞാൽ എന്താണ്? delta O value of a particular complex is the energy difference between the two sets of orbitals, the T2G orbitals, that is the dxy, dyz and dxn, and the EG orbital, that is the s² - y²a, and ഇത് തമ്മിൽ എനർജി ഡിഫറൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് ഇത് ഒരേ മെറ്റലിന്റെ തന്നെ. കോബാൾട്ട് എടുക്കും, CO H2O 6 times 2+, CO NH3 6 times 2+, or CO 3+ ആയിക്കോട്ടെ, 3+, CO CN 6 times 3-. ഇതെല്ലാം കോബാൾട്ട് 3ന്റെ കോമൺ. ഇത് കോബാൾട്ട് 3 ആണ്, ഇത് കോബാൾട്ട് 3 ആണ്, ഇത് കോബാൾട്ട് 3 ആണ്. or CO F6 3-. എന്തായിക്കോട്ടെ, ഇതും കോബാൾട്ട് 3 തന്നെയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ലിഗാൻഡ് വാട്ടർ ആണ്, വേറെ സ്ഥലത്ത് അമോണിയാണ്, വേറെ സ്ഥലത്ത് സയനൈഡ് ആണ്, വേറെ സ്ഥലത്ത് ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, and we can see that the delta O value in each of these is different. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ 4 കൂട്ടത്തിൽ നമുക്കറിയാം. This is the strongest ligand. അത് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്താ ഡെൽറ്റ വാല്യൂ? അമോണിയാണ്, പിന്നെ വാട്ടർ ആണ്, പിന്നെ ഫ്ലൂറൈഡ് ആണ്. അതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഓരോന്നിനും ഓരോ ഡെൽറ്റ O വാല്യൂ ആയിരിക്കും. ആ ഡെൽറ്റ O വാല്യൂ എന്ന് പറയുന്നത് കോംപ്ലക്സിലെ ഡെൽറ്റ O വാല്യൂ എന്ന് പറയുന്നത് that will depend on many factors. പല ഫാക്ടേഴ്സിനെ അനുസരിച്ചിരിക്കും. നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ ദി മെയിൻ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഡെൽറ്റ O വാല്യൂവിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രധാനപ്പെട്ട എന്തൊക്കെയാണ്?
നമുക്കറിയാം ഒരു കോംപ്ലക്സിലെ രണ്ട് ഭാഗമാണ് മെറ്റലും ലിഗാൻഡും. മെറ്റലിന്റെ സ്വഭാവവും ലിഗാൻഡിന്റെ സ്വഭാവവും രണ്ടും ഇതിനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ കോംപ്ലക്സ് ലൈക്ക് ദിസ്, hexacyanoferrate 2 and hexacyanoferrate 3. This is iron 2 and this is iron 3, and you can see that this delta value is greater than this delta value. ഇവിടെയുള്ള ഡെൽറ്റ വാല്യൂനേക്കാളും ഇത് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക, അയൺ ഈസ് +3. അയൺ +3 ആവുമ്പോൾ സൈനൈഡിന് രണ്ടും ഒരേപോലെയാണ്. നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു ഭാഗം മാത്രം മാറ്റിയിട്ട് കമ്പയർ ചെയ്യാമല്ലോ. ഇതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അത് പ്രശ്നമാണ്. ഇതും കമ്പയർ ചെയ്യാം. സൈനൈഡിന്റെ സ്വഭാവമാണ്. വെച്ചിട്ടാണെങ്കിൽ അയണും കൊബാൾട്ടും അയൺ രണ്ട് ഓക്സിജൻ സ്റ്റേറ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ അയൺ ഒരേപോലത്തെ രണ്ട് കോംപ്ലക്സ് കൺസിഡർ ചെയ്യാം. ഈ ആരോ ഡെൽറ്റ വാല്യൂ കൂടുതൽ ഉണ്ടാവുക? ഡെൽറ്റ വാല്യൂ കൂടുതൽ ഉണ്ടാവുക ഇതിലാണ്. എന്തുകൊണ്ടാണ്? കാരണം അയൺ 3 ആണ്. അയൺ 3 is having more charges, so it will attract the ligands more closer. കൂടുതൽ അടുത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ബോണ്ട് പോകുന്നത് അയൺ 3ക്ക്. കാരണം മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ആ ഇലക്ട്രോൺ ഡൊണേഷൻ ആണ്. ഇലക്ട്രോണിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുക അയൺ 3 ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് എ ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് യെസ്, the greater the charge on central metal ion, the value of delta value will be greater. For example, in hexacyanoferrate 2 and ferrate 3, the ferrate 3 has a greater delta value compared to ferrate 2. Iron 2 iron 3 ആയാലും ശരി, cobalt 2 cobalt 3 ആയാലും ശരി, manganese 2 manganese 3 ആയാലും ശരി, എന്തായാലും ശരി, the +3 complex അല്ലെങ്കിൽ higher oxygen state complex will have a greater delta value if you compare similar complexes. രണ്ടും സയനൈഡ് ആവുക, അല്ലെങ്കിൽ രണ്ടും വാട്ടർ ആവുക, അല്ലെങ്കിൽ രണ്ടും പേർക്ക് ഒരുപോലെ ആവണം, എന്നാൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കാണുന്നത് എന്താണ്? യെസ്, the higher the oxygen state, the greater the delta value. To compare a complex like this, ML6 and ML6, where M is a +2, this is +3, or +3 and +4 അല്ലെങ്കിൽ +1 and +3 എന്തായാലും കുഴപ്പമില്ല. ഹയർ ലോവർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹയർ വാല്യൂലായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? യെസ്, ഡെൽറ്റ വാല്യൂ കൂടുതലുണ്ടാവും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഒരേ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയണിന്റെ ഗ്രൂപ്പ് വരുന്ന സാധനം തന്നെയാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഉടനെ റുത്തീനിയം, ഓസ്മിയം, ഇത് പീരിയഡ് ടേബിൾ താഴെ നിലവിലാണ്. ഇത് അയൺ 2+ ആണ്. ഇത് അയൺ 2+ ആണെങ്കിൽ റുത്തീനിയം 2+, ഇത് ഓസ്മിയം 3+ ആയിക്കോട്ടെ, 3+. ഇതെല്ലാം ഒരേപോലത്തെ അയോണാണ്, ഒരേ ഗ്രൂപ്പിൽ വരുന്നത്. അതുപോലെ ക്ലോറൈഡ്, ബ്രോമൈഡ്, അയൺ എന്നൊക്കെ പറയും പോലെ Fe3+, റുത്തീനിയം 3+, ഓസ്മിയം 3+. If it form similar complexes, for example, is H2O 6 times. A similar complex form ഇവിടെ you can see that then going from the 3D സീരീസിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. ഇത് 4D വരുന്നതാണ്. ഇത് 5D 3D സീരീസ്. നമ്മളത് സ്കാൻഡിയം, ടൈറ്റാനിയം, അയണിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് 3D. അതിന് താഴെ വരുന്നതാണ് അടുത്ത 4D. അതിന് താഴെ വരുന്നതാണ് 5D. താഴോട്ട് വരും. we can see that yes, the delta value increases much. ഇതിന് അപേക്ഷിച്ച് ഡെൽറ്റ വാല്യൂ കൂടുതലായിരിക്കും, അതിനേക്കാൾ കൂടുതലായിരിക്കും. ഇതിന് ഏകദേശം ഒരു 40 to 45% ഓരോ ഗ്രൂപ്പ് താഴോട്ട് വരുമ്പോൾ roughly 40 to 45, 35 to 40% increase is the delta value in similar complex. ഒരേപോലത്തെ കോംപ്ലക്സ് കൺസിഡർ ചെയ്യാമെങ്കിൽ ഇവിടെ ഡെൽറ്റ വാല്യൂ കൂടുതലായിരിക്കും, അതിനേക്കാളും കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? The lower the position of the group, the greater is the delta value. അതിന് സാധ്യത എന്താ വെച്ചാൽ ഇതിന് താഴോട്ട് വരുമ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുതലായിരിക്കും. സ്വാഭാവിക ലിഗാൻഡിനെ കൂടുതൽ അട്രാക്ട് ചെയ്യും. മെറ്റൽ ലിഗാൻഡ് കൊണ്ട് കൂടുതൽ സ്ട്രോങ് ആകുമ്പോഴാണ് ഡെൽറ്റ വാല്യൂ കൂടുന്നത്. പറയുന്നില്ല? ഓക്കെ, അതുപോലെയാണ് സൈസും. ചെറിയ സൈസാണ് മെറ്റലിനെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സ്മോളർ ദി സൈസ് ആസ് ഗ്രേറ്റർ. അതാണ് Fe3+ ആണ് ചെറുത്, Fe2+ വലുതാണ് അല്ലേ? കാരണം കാറ്റോണിന്റെ ചാർജ് കൂടുമ്പോൾ അതിന്റെ സൈസ് കുറഞ്ഞു വരും, ആനോണിന്റെ ചാർജ് കൂടുമ്പോൾ അതിന്റെ സൈസ് കൂടി വരും. നമുക്കറിയാവുന്നത്. സ്മോളർ ദി സൈസ് ഓഫ് ദി കാറ്റോൺ, the greater will be the delta value. That is again Fe2 Fe3 complex, Fe3 will be having a greater delta value. അതേപോലെ ലിഗാൻഡ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ലിഗാൻഡ്സ് സ്ട്രോങ്ങോ വീക്കോ ആവുന്നതിനനുസരിച്ച് സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോൾ ഡെൽറ്റ വാല്യൂ
കൂടുതലായിരിക്കും, വീക്ക് ലിഗാൻഡ് ഡെൽറ്റ വാല്യൂ കുറവായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ കുറച്ചും പേര് മൂന്നാല് ഒരേപോലത്തെ കോംപ്ലക്സ് കണ്ടു കഴിഞ്ഞു. എന്താണ് Fe? ഇതെന്താ Fe H2O 6 times 2 plus Fe Cn 6 times 4 minus Fe F6 4 minus Fe Br6 4 minus or Fe പ്ലസ്. മനസ്സിലായില്ലേ? ഇതേപോലെയുള്ള പല ലിഗാൻഡ്സ് കൺസിഡർ ചെയ്യാം. അതായത് Fe2+ ഫോം ചെയ്യുന്ന പല കോംപ്ലക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ you can see that the delta value, ഇപ്പോൾ ഡെൽറ്റ വാല്യൂനെ മാറ്റുന്ന ഇവിടെ ഈ ലിഗാൻഡ് മാത്രമാണ്. കാരണം മെറ്റൽ എല്ലാ കേസിലും ഒന്ന് തന്നെയാണ്. ഇവിടെ എല്ലാം അയൺ 2 കോംപ്ലക്സ് ആണ്. ഇതെല്ലാം അയൺ 2 കോംപ്ലക്സ് ആണ്. ഈ ലിഗാൻഡിന്റെ നേച്ചർ അനുസരിച്ച് ഡെൽറ്റ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്കൂട്ടത്തില് സയനൈഡ് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ഡെൽറ്റ വാല്യൂ മാക്സിമം ആയിരിക്കും. പിന്നെ വരുന്നത് അമോണിയ ആയിരിക്കും. സയനൈഡ്, അമോണിയ. പിന്നെ വരുന്നത് ഫ്ലൂറൈഡ്, വാട്ടർ, then ഫ്ലൂറൈഡ്, then ബ്രോമൈഡ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ കോംപ്ലക്സിലൊക്കെ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഡെൽറ്റ വാല്യൂ ഉണ്ടാകുന്നത് ഈ സയനൈഡ് കോംപ്ലക്സിലായിരിക്കും, പിന്നെ അമോണിയ കോംപ്ലക്സിലായിരിക്കും, പിന്നെ വാട്ടർ കോംപ്ലക്സിലായിരിക്കും. വരുന്നത് വെച്ചാൽ അങ്ങനെയാണ് ഫ്ലൂറൈഡ്, ബ്രോമൈഡ്. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ സ്ട്രോങ് ലിഗാൻഡ് ഏതാണ്? സയനൈഡ് ഇസ് ദ സ്ട്രോങ്സ്റ്റ് ലിഗാൻഡ്. ഇൻ ദിസ് കേസ് ബ്രോമൈഡ് ഇസ് ദ വീക്കസ്റ്റ് ലിഗാൻഡ്. ഓക്കെ. ഇതിനിപ്പോ അയണിന് പകരം കൊബാൾട്ട് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് COH2O 6 times 3 plus CO Cn 6 times 3 minus cobalt 3 complex, CO F6 3 minus, CO Br6 3 minus, CO NH3 6 times 3 plus. ഇതെല്ലാം cobalt 3 complex ആണ്. ഇത് കമ്പയർ ചെയ്താലും അതേ എഫക്റ്റ് കാണാം. സയനൈഡ് ഫോം ചെയ്യുന്ന കോംപ്ലക്സിന്റെ ഡെൽറ്റ വാല്യൂ മാക്സ് അത് ഇതുമായിട്ട് ബന്ധപ്പെടണമെന്ന് ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അത് വേറെ കാര്യം. പക്ഷെങ്കിൽ ഈ കൂട്ടത്തില് ഈ കോംപ്ലക്സിന്റെ കൂട്ടത്തില് ഏറ്റവും ഡെൽറ്റ വാല്യൂ കൂടുതൽ ഏതായിരിക്കും, ഏറ്റവും കുറവുള്ള ഏതായിരിക്കും പറഞ്ഞ ഫ്ലൂറൈഡ് കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ലിഗാൻഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഡെൽറ്റ വാല്യൂ വരുന്ന വ്യത്യാസം മെറ്റൽ ആറ്റത്തെ ബാധിക്കുന്നില്ല. ഏത് മെറ്റൽ ആറ്റത്തിന് കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അതിന്റെ വേരിയേഷൻ absolute value അല്ല, variation is independent of the nature of the metal, and we can say in many cases almost all cyanide is a strong reagent forms a the complex with a maximum delta value, and say bromide or iodide is the weakest ligand which forms the complex with a minimum delta value, or we can say that we can arrange the metal ions in the order of increasing or decreasing delta value. That's what the കാണുന്നത് സയനൈഡിൽ മാക്സിമം, അമോണിയ അതിനേക്കാളും കുറവ്, വാട്ടർ അതിനേക്കാളും കുറവ്, പ്രധാനം. ഇതേപോലെ കോമൺ ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര ലിഗാൻഡ്സ് ഇഷ്ടംമാരുണ്ട്. എന്നാലും വളരെ കോമൺ ആയി കാണുന്ന 10-15 ലിഗാൻഡോ 5-10 ലിഗാൻഡോ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇൻ ദി ഓർഡർ ഓഫ് increasing delta value or decreasing whatever, in the order of increasing or decreasing delta value which it may produce on a particular ഒരു മെറ്റൽ ആയതുകൊണ്ട് ഡെൽറ്റ വാല്യൂ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ ഒരു മെറ്റലിന് അത് അയണായാലും ശരി, കൊബാൾട്ട് ആയാലും ശരി, നിക്കൽ ആയാലും ശരി, വാട്ട് എവർ ഇറ്റ് മേ ബി. മനസ്സിലായില്ലേ? ഒരു മെറ്റൽ ആയോ ഡിഫറെന്റ് ലിഗാൻഡുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഏത് ലിഗാൻഡാണ് മാക്സിമം ഡെൽറ്റ വാല്യൂ കൊടുക്കുന്നത്, ഏത് ലിഗാൻഡാണ് അതിനേക്കാൾ കുറവ്, ഏത് ലിഗാൻഡാണ് ഏറ്റവും കുറച്ച് ഡെൽറ്റ വാല്യൂ ഉണ്ടാക്കുന്നത്, ആ ഓർഡറിൽ ലിഗാൻഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ you will get a particular order. That order is independent of the metal. മെറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം കൊബാൾട്ട് കോംപ്ലക്സ് ആണ്, വേരിയേഷൻ ആണ്. ഒരു സ്ഥലത്ത് ഇത് 20, ഇത് 18, ഇത് 15, ഇത് 12, ഇത് 10. വേറെ സ്ഥലത്ത് ചിലപ്പോൾ ഇത് 30, ഇത് 24, ഇത് 20, ഇത് 18, ഇത് 12 ആയിരിക്കും. വേറെ സ്ഥലത്ത് ചിലപ്പോൾ ഇത് 10, ഇത് 8, ഇത് 7, ഇത് 6, ഇത് 4. എന്തായാലും ശരി, ആ വേരിയേഷൻ ഓർഡറിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇസ് ഇറ്റ് ക്ലിയർ? And we can see that this arrangement of ligands like ഇങ്ങനെ ligands അറേഞ്ച് ചെയ്യുന്ന ആ ഓർഡറിന് ഒരു പ്രത്യേക പേരുണ്ട്. ആ പേരാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. പരീക്ഷ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. Write a note on the spectrochemical series. What is spectrochemical series? That is a series of ligands, order of arrangement of ligands in the order of increasing or decreasing delta values, which it produces with any particular any particular metal ion, ഒരേപോലത്തെ കോംപ്ലക്സ്, ഒരേപോലത്തെ ജോമെട്രി.
ജോമെട്രി ഒരുപോലെ ആയിരിക്കും. എല്ലാം അത് 6 ഒരു സ്ഥലത്ത് 4 എന്ന് പറയാൻ പാടില്ല. എല്ലാം 6, എല്ലാം ഒക്ടാഡൽ കോംപ്ലക്സ്, എല്ലാം ടെട്രാഡൽ കോംപ്ലക്സ് ആയാലും കുഴപ്പമില്ല, എല്ലാം ഒരുപോലെ ആയിരിക്കണം. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എല്ലാത്തിലും ഉണ്ടാവുന്നതിലുണ്ടെങ്കിൽ അതിന്റെ ഡെൽറ്റ വാല്യൂള്ള വേരിയേഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് സിംപ്ലി ദ ഓർഡർ ഓഫ് arrangement of ligands in the strength. The strength in cyanide is the strongest ligand, and we can see that the first one, the weakest ligand, common basically iodide ആണ്. അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് ബ്രോമൈഡ്, അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഫ്ലോറൈഡ്. അങ്ങനെ ഫ്ലോറൈഡ് ഉണ്ട്, ഹൈഡ്രോക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അമോണിയ ഉണ്ട്, പിരിഡിൻ ഉണ്ട്, അങ്ങനെ പോയിട്ട് എത്തിലീൻ ഡയമീൻ ഉണ്ട്, പിന്നെന്താണ് NO2 മൈനസ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, സയനൈഡ് ഉണ്ട്. ഇതുപോലെ ഇതിപ്പോ ഞാൻ കുറച്ച് അറിയാവുന്ന മനസ്സിലായി. നമുക്ക് ഈ എണ്ണം കൂട്ടാം, മനസ്സിലായില്ലേ? ഇത് 1 2 3 4 5 6 7 8 9 10 12 ലിഗൻസ്. എത്ര ലിഗൻസ് വന്നാൽ നമുക്ക് ഓരോന്നിന്റെ ഏത് ഇപ്പൊ അതിൻ്റെ അടുത്ത് തയോസൈനേറ്റ് വന്നാൽ വീടിന് ഒരു സ്ഥാനമുണ്ട്, ഇൻഡോടൊക്കോ പുറത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ കൃത്യം പറയാൻ പറ്റില്ല. വേറെ എന്ത് ലിഗാൻഡ് വന്നാലും ബൈപ്പിരിഡൈൻ വന്നാലോ അല്ലെങ്കിൽ ഫിനാന്ത്രോളിയം വന്നാലോ ഒരുപാട് ലിഗൻസ് ഉണ്ട്. അതിന്റെ സ്ഥാനം ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അത് ഫിക്സഡ് ആണ്. ചിലപ്പോൾ ഇൻഡോടൊക്കെ ഒരു ലിഗാൻഡ് വരും, തയോസൈനേറ്റ്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. മനസ്സിലായല്ലോ? This is an arrangement of ligands in the order of increasing or decreasing delta values. It's known as a spectrochemical series, and we can see that from this series we can see that yes, whatever may be the metal ion, a cyanide forms a complex with a maximum delta value. Whatever may be the metal ion, iodide forms a complex with a minimum delta O value octahedral. Delta T അല്ല, delta octahedral value. കോംപ്ലക്സ് ഞാൻ പറഞ്ഞു ഡെൽറ്റ ടി ടെട്രാഹെഡ്രൽ വരുമ്പോൾ ഇതേ ഓർഡർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ പറയുന്നത് ഒക്ടാഹെഡ്രലിനെ പറ്റിയാണ്. അപ്പൊ ഡെൽറ്റ വാല്യൂ ഡെൽറ്റ വാല്യൂ കൂടുതൽ ഉണ്ടാക്കുന്നതും കുറവുണ്ടാക്കുന്നതും എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാക്കുന്ന സ്ട്രോങ് ലിഗാൻഡ്, കുറവുണ്ടാക്കുന്നത് വീക്ക് ലിഗാൻഡ്. നമുക്കൊരു കാര്യം കൂടി പറയാം. അയഡൈഡും ബ്രോമൈഡും ക്ലോറൈഡും ഫ്ലോറൈഡും ഒക്കെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് മിക്കവാറും ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ഇതൊക്കെ ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. നടുക്ക് വരുന്ന ഈ അമോണിയൊക്കെയോ ലോ സ്പിന്നോ ഹൈ സ്പിന്നോ ആവാൻ ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് മെറ്റൽ തീരുമാനിക്കും. മനസ്സിലായില്ലേ? ഓഫ് ദി മെറ്റൽ. പക്ഷെ എങ്ങനെ മിക്കവാറും ഏത് മെറ്റൽ ആയാലും മിക്കവാറും ഈ കേസിലൊക്കെ വീക്ക് ലിഗാൻസ് ആണ്, ഇതൊക്കെ സ്ട്രോങ് ലിഗാൻഡ്. ഇത്രയും മനസ്സിലാക്കും. അപ്പൊ ലിഗാൻസിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ലിഗാൻഡ് അറേഞ്ച് ചെയ്യുന്ന ആ ഓർഡർ എന്ന് പറയുന്ന പേരാണ് സ്പെക്ട്രോ കെമിക്കൽ. ഇത് അധികം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, മനസ്സിലാക്കുക കേട്ടോ. സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കാനായിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ, സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. ഇത് നമ്മൾ ഇത്ര നേരം കണ്ടത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. നമ്മൾ ടെട്രാഹെഡ്രലിലേക്ക് വരും. അതിന് മേൽ വി ക്യാൻ ഗോ ടു ദി സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. നമുക്ക് ഒരു കാര്യം നേരത്തെ മനസ്സിലാക്കുക. The most common coordination numbers are 4 and 6. 6 will be always octahedral, 4 will be either tetrahedral or square planar. അല്ലേ? 4 കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ അത് സ്ക്വയർ പ്ലാനറോ ടെട്രാഹെഡ്രലോ ആവാം. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ അത് ഒക്ടാഹെഡ്രൽ ആയിരിക്കും. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ we have seen how Christian theory is applied to octahedral complex. ഇനി നമ്മൾ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിലേക്ക് പോയാലോ? സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിന്റെ ചിത്രം എന്താണ്? സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൽ 4 ലിഗൻഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ തന്നെ 2 എക്സ് ആക്സിൽ 2 വൈ സെഡ് ആക്സിസിൽ ലിഗൻഡ്സ് ഇല്ല. ഇറ്റ് ഈസ് വെരി ക്ലിയർ. മെറ്റൽ ആയിട്ട് എവിടെയുണ്ട്? ഇത് എക്സ് ആക്സിസ് ആണ്. ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ട്, ഇവിടെ വേറൊരു ലിഗാൻഡ് ഉണ്ട്. ഇത് വൈ ആക്സിസ് ആണ്. ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ട്, ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ട്. സെഡ് ആക്സിസില് ലിഗാൻഡ്സ് ഇല്ല. ഒക്ടാഹെഡ്രൽ തമ്മിൽ വ്യത്യാസം എന്താണ്? ഒക്ടാഹെഡ്രൽ ആകുമ്പോൾ സെഡ് ആക്സിസിൽ 2 ലിഗാൻഡ് വന്ന ഒക്ടാഹെഡ്രലായി. ശരിക്കും പറഞ്ഞാൽ സെഡ് ആക്സിസിൽ 2 ലിഗാൻഡ്സിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതെന്തായി? അത് സ്ക്വയർ പ്ലാനാറായി മാറി. അല്ലേ? സെഡ് ആക്സിസിലുള്ള 2 ലിഗാൻഡ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതാ സെഡ് ആക്സിസ്. നമ്മൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് പഠിക്കുന്ന പറഞ്ഞ നേരത്തെ ഇവിടെ 2 ലിഗാൻഡ് എക്സ് ആക്സിൽ, 2 ലിഗാൻഡ് വൈ ആക്സിൽ. ഇത് 2 ചേർന്നിട്ട് ഒരു സ്ക്വയർ ആവും. പിന്നെ 2 ലിഗാൻഡ് സെഡ് ആക്സിൽ. ഈ 2 സെഡ് ആക്സിൽ 2 ലിഗാൻഡ് നമ്മൾ പതുക്കെ വലിച്ചങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്തായി? അത് സ്ക്വയർ പ്ലാനാറായി. എക്സിലും വൈയിലും മാത്രം ലിഗാൻഡ് ഉണ്ട്, അതൊരു പ്ലാനാർ മോളിക്യൂളായി മാറും. ഓക്കെ, ഇതിലുള്ള ഡി ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ ഡി ഓർബിറ്റൽസിന്റെ എനർജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
That is very simple if you consider first an octagonal complex. Octagonal complex in d orbital എങ്ങനെയായിരിക്കും നമുക്കറിയാം. T2g അതൊക്കെയാണ് dxy, dyz and dxz. പിന്നെയോ eg d squared minus y squared and dz squared. ഇതാണ് ഈ കോംപ്ലക്സിലുള്ള ഡി ഓർബിറ്റൽസിന്റെ എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ. മൂന്നെണ്ണം എനർജി കുറഞ്ഞതും ആക്സിയൽ ഓർബിറ്റൽസ്, രണ്ടെണ്ണം എനർജി കൂടി ഇന്ററാക്സിയൽ ഓർബിറ്റൽ, രണ്ടെണ്ണം എനർജി കൂടിയത്, ദാറ്റ് ഈസ് ദോസ് ആർ ദി ആക്സിയൽ ഓർബിറ്റൽസ്. ഓക്കെ, അങ്ങനെയുള്ള ഒക്ടാഡൽ കോംപ്ലക്സിൽ നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യുന്നത് ഈ ലിഗാൻഡിനെ ഇങ്ങോട്ടും ആ ലിഗാൻഡിന് അങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പതുക്കെ നമ്മൾ ഇമാജിൻ ചെയ്യാം. പതുക്കെ പതുക്കെ നമ്മളതിനെ റിമൂവ് ചെയ്യാം. സ്ലോലി അതിനെ വലിച്ചോണ്ട് പോവാം. പതുക്കെ കൈകൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന ഒരേപോലെ രണ്ട് ഡയറക്ഷനിലേക്ക് പതുക്കെ വലിച്ചോണ്ട് പോയാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? സംഭവിക്കുന്നത് വളരെ സിമ്പിളാണ്. ഈ ഓർബിറ്റൽ ഏതാണ്? ദിസ് z ആക്സിസ് ആണ്. ദിസ് ഈസ് ദ dz സ്ക്വയർഡ് ഓർബിറ്റൽ. dz സ്ക്വയർ ഓർബിറ്റലിന്റെയും d² ഓർബിറ്റലിന്റെയും എനർജി കൂടിയിരുന്ന എന്തുകൊണ്ടാണ്? ഇവിടെ ലിഗാൻഡ്സ് ഉള്ളത് കൊണ്ടാണ്. ശരി, നമ്മൾ പറഞ്ഞത് ലിഗാൻഡ്സ് വരുന്നതുകൊണ്ടാണ്. ഏതാ d² - y² ഇങ്ങനെ ഉണ്ടാവും. അതിന്റെ എനർജി കൂടുതലാണ്, d² കൂടുതലാണ്. മറ്റേ എനർജി കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ സ്ഥാനം ഈ ആക്സിസിന്റെ ഇടക്കായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ലിഗാൻഡിന്റെ പ്രസൻസ് ആണ് ഡി ഓർബിറ്റൽസിന്റെ അല്ലെങ്കിൽ ആക്സിയൽ ഓർബിറ്റൽസിന്റെ എനർജി കൂട്ടിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ലിഗാൻഡ്സിനെ പതുക്കെ നമ്മൾ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ സംഭവിക്കും. ആ ആക്സിസിൽ വരുന്ന ഓർബിറ്റലിന്റെ എനർജി കുറഞ്ഞു വരും റിലേറ്റീവ് ടു ദി അതർ വൺ. ഈ ഓർബിറ്റലിന്റെയും ഏതാണ്? ഇതിപ്പോ എക്സ് ആക്സിസ് ആണെങ്കിൽ d² - y² ഓർബിറ്റലാണ്. d² - y² ഓർബിറ്റിന്റെയും dz² ഓർബിറ്റിന്റെ എനർജി രണ്ടും ഒരുപോലെ ആയിരുന്നു. കുറച്ച് കൂടുതലാണെങ്കിലും അത് രണ്ടും ഒരുപോലെ ആയിരുന്നു. ഇവിടെ ലിഗാൻഡ് ആണ് നിർത്തിക്കൊണ്ട് മറ്റേ ലിഗാൻഡ് നമ്മൾ റിമൂവ് ചെയ്തു. എന്ത് സംഭവിക്കും? അതിന്റെ എനർജി റിലേറ്റീവ് ടു ദിസ് വിൽ ഡിക്രീസ്. ശരിയല്ലേ? അതിന്റെ എനർജി കുറയാൻ തുടങ്ങും. കാരണം എന്താണ്? അവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിന് ലിഗാൻഡിലുള്ള റിപ്പൽഷൻ കുറച്ച് മാത്രമേ എത്തിയൂ. കാരണം നമ്മൾ വലിച്ച് ഡിഗ്രിക്ക് ദൂരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഓർബിറ്റലിന്റെ എനർജി കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെയായി മാറും എന്നർത്ഥം. ഇതേതാണ്? dz². The energy of the dz² orbital will decrease relative to dx² - y². ഇത് കൂടും എന്നോ ഇത് കുറയുമെന്നോ അല്ല, തമ്മിലുള്ള വ്യത്യാസം വരും. ആ വ്യത്യാസം ഒന്ന് മറ്റേതിനേക്കാളും കൂടുതലാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയും കൂടുന്നില്ല, അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലായില്ലേ? പിന്നെയും കൂടുന്നില്ല, കുറച്ച് ഇത് കുറയും, അത് കൂടും, വ്യത്യാസം വരും. നേരത്തെ രണ്ടും 10 10 ആയിരുന്നു. ചിലപ്പോൾ എന്താ ഇത് 9 11 അങ്ങനെ മാറി വരും. ഓക്കെ, രണ്ടിന്റെയും സമയത്താണ്. പിന്നെയും ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 10 10 9 11 എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം എന്താണ്? 19 20 പകുതി 10 തന്നെയാണ്, 19 20 പകുതിയും 10 ആണ്. ഓക്കെ, അത്ര ഒന്നും കടന്നു ചിന്തിക്കണം. തൽക്കാലം മനസ്സിലാക്കുക. റിലേറ്റീവ് എനർജി ഓഫ് ദി d² - y² will increase with respect to dz² orbital because we are removing the ligands along the z axis. Okay, and what happens to the dxy orbital? ഇവിടെ ഒരു ഓർബിറ്റൽ അതേതാണ്? സെറ്റിനോടുള്ള ഇനി ഇന്ററാക്സിയൽ ഓർബിറ്റൽ, അവിടെയും വ്യത്യാസം വരും. നമ്മൾ z ആക്സിസിൽ നിന്ന് ലിഗാൻഡ്സ് റിമൂവ് ചെയ്താൽ z ആക്സിസിനോട് അടുത്ത് വരുന്ന ഓർബിറ്റൽസിന്റെ എനർജി കുറയും compared to an orbital which is away from z axis. ഇതേപോലെ തന്നെ കാണാനായി ബുദ്ധിമുട്ടാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. z ആക്സിസിൽ ലിഗാൻഡ് പോകുമ്പോൾ dz² എനർജി എങ്ങനെ കുറഞ്ഞോ അതേപോലെ അതിന്റെ അടുത്ത് വരുന്ന എനർജി കുറയും. ആ കുറയില് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെങ്കിലും you can see that the orbitals which are closer to the z axis will be lowered in energy relative to an orbital which is away from the z axis. ഇവിടെ കാണാം yz ഉം xz ഉം z axis അടുത്ത് വരുന്ന ലിഗാൻഡ് ആണ്. xy z axis ന് കുറെ ദൂരെ ഇരിക്കുന്ന ലിഗാൻഡ്സ് ആണ്. You can see that dxz and dyz will be lowered in energy, dxz dyz, and ഏതാണ്? dxy will be increased in energy. നേരത്തെ പറഞ്ഞാൽ ഈ എനർജി മൊത്തം എനർജി വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ 3 ലിഗാൻഡ്സിന്റെയും 3 ഓർബിറ്റൽസിന്റെയും ആവറേജ് എനർജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആയിരിക്കും. ഓക്കെ, നേരത്തെ ബാരി സെന്റർ എന്ന് പറഞ്ഞ കാര്യം ഓർമ്മിക്കുക. ബാരി സെന്റർ ആവറേജ് വിൽ ബി ദ സെയിം. എനിവേ, അത്രത്തോളം പോയില്ലെങ്കിൽ മനസ്സിലാക്കുക എന്തുകൊണ്ട് പറഞ്ഞില്ല സെറ്റ്. കാരണം എന്താണ്? ഈ z ആക്സിസിലുള്ള ലിഗാൻഡാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ആ z ആക്സിസിലുള്ള നേരെ വരുന്നതോ ചേർന്ന് വരുന്നതോ ആയ ഓർബിറ്റൽസിന്റെ എനർജി കുറയാൻ തുടങ്ങും.
കാരണം ഇത് കൂടിയ നേരത്തെ എന്തുകൊണ്ടായിരുന്നു, ഈ കൂടുതൽ കൂടി എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ലിഗൻസ്. So once the ligands are removed, then